മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ചിറ്റൂർ തത്തമംഗലം നഗരസഭ. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമില്ലാത്ത നഗരസഭാ പ്രദേശത്തെ വീടുകളിൽ മാലിന്യം സംസ്കരിക്കുന്നതിനായി 1233 ബയോബിന്നുകൾ നഗരസഭ വിതരണം ചെയ്തു. വലിച്ചെറിയൽ മുക്ത നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി തത്തമംഗലം, പള്ളിമുക്ക്, ബസ് സ്റ്റാൻഡ്, ലൈബ്രറി പരിസരം, ടാക്സി സ്റ്റാൻഡ്, തത്തമംഗലം KSEB പരിസരം, മേട്ടുപ്പാളയം, പുഴപ്പാലം, അണിക്കോട്, നഗരസഭാ വളപ്പ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, MM കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, സിവിൽ സ്റ്റേഷൻ എന്നിങ്ങനെ 15 സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നുണ്ട്. നഗരസഭാ പ്രദേശത്തേക്ക് വിവിധയിടങ്ങളിൽ നിന്നും വന്നുപോകുന്നവർ ഉപേക്ഷിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി 20 ജോഡി ബിന്നുകൾ സ്ഥാപിച്ചു. സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങൾ നഗരസഭയുടെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൊണ്ടുവന്നു വളമാക്കി കോപ്പറേറ്റീവ് ബാങ്ക് മുഖേന കർഷകർക്ക് വിൽപ്പന നടത്തിവരുന്നു. ഹരിതകർമ്മസേന ശേഖരിച്ച ജൈവമാലിന്യങ്ങളിൽ നിന്നും വേർതിരിച്ചു കിട്ടുന്ന പുനരുപയോഗ പ്ലാസ്റ്റിക് വിൽപ്പന നടത്തുന്നതിനൊപ്പം റിജക്റ്റഡ് വേസ്റ്റ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി വരുന്നുണ്ട്. നഗരസഭ ഓഡിറ്റോറിയങ്ങളിൽ ഗ്രീൻ പ്രോട്ടോകോൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് വൈസ് ചെയർമാൻ M. ശിവകുമാർ പറഞ്ഞു. വളരെ ചിട്ടയോടെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. നമ്മൾ ഏകദേശം 16 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് സ്വന്തമായി മാലിന്യം സംസ്കരിക്കാൻ ഇടമില്ലാത്ത വീടുകൾക്ക് 1233 ബയോ ബിന്നുകൾ നൽകുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ബോട്ടിൽ ബൂത്ത്, അത് ആദ്യഘട്ടമായി 15 ബോട്ടിൽ ബൂത്തുകൾ, അതിന് 2 ലക്ഷം രൂപയാണ് അതിൻ്റെ ഫണ്ട്. അത് 15 ബോട്ടിൽ ബൂത്തുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നഗരത്തിൽ 20 ട്വിൻ ബിന്നുകൾ, 2 ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള ഇരട്ട ബിന്നുകൾ, അതിന് 1 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് അത് പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഉണ്ട്, ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം 50,070 കിലോഗ്രാം ജൈവവളം ഉൽപ്പാദിപ്പിച്ചതിൽ അതിൽ 5,700,000 രൂപയോളം അതിൻ്റെ വിൽപ്പനയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് വേസ്റ്റ്, നല്ല പ്ലാസ്റ്റിക് വിറ്റിട്ട്, നല്ല പ്ലാസ്റ്റിക് വേസ്റ്റ് വിറ്റിട്ട് അതിൽ 3 ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനിക്ക് നമ്മൾ ഈ റിജക്റ്റഡ് വേസ്റ്റ്, നമ്മുടെ റിജക്റ്റഡ് വേസ്റ്റ് ഉണ്ട്, ആ റിജക്റ്റഡ് വേസ്റ്റ് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് 27 ലക്ഷം രൂപ നൽകിയിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മാലിന്യ സംസ്കരണം ഒരു തുടർ പ്രവർത്തനമായിട്ട് ഏറ്റവും മികച്ച രീതിയിലാണ് നഗരസഭയിൽ നടക്കുന്നത്. മുഴുവൻ കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് നമ്മളിത് നടപ്പിലാക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.